സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് 11, കൊല്ലവർഷം 1200, മേടം 28 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് മാതൃദിനം, നാളെ നേഴ്സസ് ഡേ. ഓണം, ക്രിസ്മസ് പരീക്ഷകൾ വേണ്ട, സ്കൂളിൽ എല്ലാ മാസവും ക്ലാസ് പരീക്ഷ ആലോചനയിൽ. പുതിയ മാർപ്പാപ്പ ലിയോ 14. ദേശസ്നേഹത്തിൽ ജ്വലിച്ച് ആതിര. 16 കോച്ചുള്ള വന്ദേ ഭാരത് 22 മുതൽ കേരളത്തിൽ സർവീസ് നടത്തും. വാർത്തകൾ വിശദമായി. ഇന്ന് മാതൃദിനം, നാളെ നേഴ്സസ് ഡേ. ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപീകരീയസി. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരം. അമ്മമാരുടെ കണ്ണുനീരിനും മാഞ്ഞുപോയ നെറ്റിയിലെ സിന്ദൂരത്തിനും പ്രതികാരമായി പഹൽഗാമിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. തിരിച്ചടി വിവരം പങ്കുവച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോസ്റ്റിലും ചിതറിത്തെറിച്ച സിന്ദൂരത്തിൻ്റെ ചിത്രമാണുള്ളത്. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. പോരാളികളായി ഇറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂരം കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇതുപോലൊരിക്കൽ ഒരു യുദ്ധകാലത്ത് മുറിവേറ്റ പട്ടാളക്കാരെ ഉറക്കമിളച്ച് രാപ്പകലില്ലാതെ ശുശ്രൂഷിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന മാലാഖയുടെ ജന്മദിനമായ മെയ് 12 നാളെ വേൾഡ് നേഴ്സസ് ഡേ ആയി ആചരിക്കുന്നു. ഏവർക്കും മാതൃദിന നേഴ്സസ് ഡേ ആശംസകൾ. ഓണം, ക്രിസ്മസ് പരീക്ഷകൾ വേണ്ട, സ്കൂളിൽ എല്ലാ മാസവും ക്ലാസ് പരീക്ഷ ആലോചനയിൽ. വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരണ വിദഗ്ധ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാൽ സ്കൂളിൽ ഇനി എല്ലാ മാസവും ക്ലാസ് പരീക്ഷ വരും. ഓണക്കാലത്ത് പാദവാർഷികം, ക്രിസ്മസ് വേളയിൽ അർദ്ധവാർഷികം, മാർച്ചിൽ വാർഷികം എന്നിങ്ങനെ 3 പരീക്ഷകളാണ് നിലവിലുള്ളത്. പകരം ഒക്ടോബറിൽ അർദ്ധവാർഷികവും മാർച്ചിൽ വാർഷികവും എന്ന നിലയിൽ 2 ആക്കാനാണ് ശുപാർശ. പരീക്ഷകൾ അധ്യയന ദിനങ്ങൾ കവരുന്നത് ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം. പുതിയ മാർപ്പാപ്പ ലിയോ 14. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് 69 വയസ്സ്, മാർപ്പാപ്പയാകുന്ന ആദ്യ അമേരിക്കക്കാരൻ. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പ. കോൺക്ലേവിലെ 4ാം വോട്ടെടുപ്പിൽ തീരുമാനം. തെരഞ്ഞെടുപ്പ് വിവരം അറിയിച്ച് സിസ്റ്റീൻ ചാപ്പലിൽ വെളുത്ത പുക ഉയർന്നത് രാത്രി 9:38. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മണികൾ മുഴങ്ങി. 10:58 പുതിയ മാർപ്പാപ്പ ബസിലിക്കയുടെ മട്ടുപ്പാവിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. ലോകത്ത് ഒരേ രാജ്യത്തിൻ്റെതായ 2 അധികാര കേന്ദ്രങ്ങൾ പാടില്ലെന്ന് വത്തിക്കാൻ കരുതുന്നതിനാൽ US-ൽ നിന്നൊരു പാപ്പ എന്നത് അസാധ്യമെന്ന് കരുതിയിരുന്നവരുടെ പ്രവചനങ്ങളെ തെറ്റിച്ചാണ് കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേശസ്നേഹത്തിൽ ജ്വലിച്ച് ആതിര. അസാം റൈഫിൾസിലെ ഏക മലയാളി റൈഫിൾ വുമണാണ് കായംകുളം സ്വദേശിയായ ആതിര. 4 വർഷം മുമ്പാണ് അസാം റൈഫിൾസിൽ ചേർന്നത്. ഏപ്രിൽ 5 വരെ കാശ്മീരിലെ ഗന്ദർബലിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റിൽ കാവലിലായിരുന്നു. റൈഫിൾ മൂവ്മെന്റ് ജനറൽ ഡ്യൂട്ടിയിൽ ഇൻഫർമേഷൻ വിഭാഗത്തിലാണ് ജോലി. 4 വർഷത്തെ കാശ്മീർ സേവനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം. ആതിര 23-ന് മിസോറാമിലെ സൈനിക യൂണിറ്റിലേക്ക് മടങ്ങും. 16 കോച്ചുള്ള വന്ദേ ഭാരത് 22 മുതൽ കേരളത്തിൽ സർവീസ് നടത്തും. ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് 20631/20632 ആണ് 8 കോച്ചിൽ നിന്ന് 16 ആകുന്നത്. 512 സീറ്റുള്ള വണ്ടിയിൽ 22 മുതൽ 1024 സീറ്റാകും. 14 ചെയർകാറും 2 എക്സിക്യൂട്ടീവ് ചെയർകാറും ഉണ്ടാകും. മംഗളൂരുവിൽ നിന്ന് രാവിലെ 6:25 പുറപ്പെടുന്ന വണ്ടി വൈകിട്ട് 3:05 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 4:05 പുറപ്പെടും. രാത്രി 12:40 മംഗളൂരു സെൻട്രലിലെത്തും. കൗതുക വാർത്തകൾ. പാകിസ്ഥാൻ തിരിച്ചടി തടഞ്ഞ പ്രതിരോധ കോട്ട വ്യോമസേനയുടെ പഠാൻകോട്ട്. ശ്രീനഗർ ആസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കരുത്തായത് ഇൻഗ്രേറ്റഡ് കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനവും. ഡ്രോണുകളും റഡാറുകളും ഉൾപ്പെടുന്ന നിരീക്ഷണ സംവിധാനമാണിത്. മിസൈൽ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും അറിയിപ്പ് നൽകാനും ഇതിലൂടെ സാധിക്കും. കായികം. രാജ്യം പരമപ്രധാനം. IPL-നേക്കാൾ പ്രധാനം രാജ്യമെന്ന് BCCI.
ഒരാഴ്ചത്തേക്ക് IPL മത്സരങ്ങൾ നിർത്തിവെച്ചു. ജൂൺ ആദ്യവാരം ഇന്ത്യക്ക് ഇംഗ്ലണ്ടിലേക്ക് പര്യടനത്തിന് പോകാനുള്ളതിനാൽ പൂർണ്ണ തോതിൽ IPL പുനരാരംഭിക്കുക വലിയ വെല്ലുവിളിയാണ്. ഇപ്പോഴത്തെ പോയിന്റ് നില വെച്ച് പ്ലേ ഓഫ് ടീമുകളെ നിശ്ചയിച്ച് ആ മത്സരങ്ങൾ നടത്തുകയാണ് മുന്നിലുള്ള ഒരേ ഒരു വഴി. അത് വൻ സാമ്പത്തിക നഷ്ടം വരുത്തും. മേയിൽ മത്സരങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് സെപ്റ്റംബറിൽ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾക്ക് സമയം ലഭിക്കുക. ആ സമയത്ത് വിദേശ താരങ്ങൾക്ക് എത്താൻ കഴിയണമെന്നില്ല. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ആരോഗ്യമുത്തുകളിൽ ഇന്നത്തെ വിഷയം ഓസ്റ്റിയോപോറോസിസ് എന്നതാണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലുകളുടെ ബലം കുറയുന്ന അവസ്ഥ എന്നുള്ളതാണ്. വളരെ സാധാരണമായി പ്രായമുള്ളവരിൽ കാണുന്ന ഈ അവസ്ഥ ഇന്ന് മറ്റുള്ളവരിലും മറ്റ് ചില രോഗങ്ങളുടെ കാരണത്താലും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് നോക്കാം. നമ്മുടെ എല്ലുകളിൽ അല്ലെങ്കിൽ അസ്ഥികളിൽ കാൽഷ്യവും അതിൻ്റെ സംയുക്തങ്ങളും കൃത്യമായി നിലനിന്നാൽ മാത്രമേ എല്ലിന് ബലം ഉണ്ടാവുകയുള്ളൂ. അതിന് കാരണമാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ്, നമ്മുടെ ഹോർമോണുകൾ, നമ്മുടെ വ്യായാമം തുടങ്ങിയ ഘടകങ്ങളാണ് എല്ലിലെ കാൽഷ്യത്തിനെ കൃത്യമായി നിലനിർത്തുന്നതും എല്ലിൻ്റെ ബലം കുറയാതെ നോക്കുന്നതും. ഉദാഹരണത്തിന് ഹോർമോണുകളുടെ കാര്യം പറഞ്ഞാൽ സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയവയൊക്കെ ഒരു ആർത്തവം ഉള്ള സ്ത്രീക്ക് കൃത്യമായി ശരീരത്തിൽ ഉണ്ടാവുകയും എല്ലിൻ്റെ ബലം കുറയാതെ എല്ലിലെ കാൽഷ്യം നിലനിർത്തുന്നതിന് അവ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ആർത്തവ വിരാമം അഥവാ മെനോപോസോടുകൂടി ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞ് ഇല്ലാതെയാകുമ്പോൾ ഈ ബലക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങും. ഇനി അല്ലാതെ തന്നെ പുരുഷന്മാരിലും പ്രായ കൂടുതൽ ഉണ്ടാകുമ്പോൾ എല്ലിൻ്റെ ബലം കുറയുന്ന ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം. ഇനി ഹോർമോണുകളിൽ പാരാത്തോർമോൺ എന്ന ഹോർമോൺ, കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ, ഇവ രണ്ടും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതും എല്ലിലെ കാൽഷ്യത്തിനെ നിലനിർത്തി ഓസ്റ്റിയോപോറോസിസ് വരാതെ സൂക്ഷിക്കുന്നു. ഇനി ചില മരുന്നുകൾ, ഡയബറ്റിസ്, ചില മെറ്റബോളിക് രോഗങ്ങൾ തുടങ്ങിയവ എല്ലിൻ്റെ ബലം കുറയാൻ കാരണമാകുന്നതാണ്. അപ്പോൾ എല്ലിൻ്റെ ബലക്കുറവ് വാർദ്ധക്യത്തിൻ്റെ ഭാഗമായി വരുന്നത് സ്വാഭാവികമാണെങ്കിലും പ്രിമച്ചുറായി, അതായത് വാർദ്ധക്യത്തിന് മുമ്പ് എല്ലിൻ്റെ ബലം കുറയുന്ന അവസ്ഥ ഇന്ന് സ്ത്രീകളിൽ പ്രധാനമായും കൂടുതൽ കണ്ടുവരുന്നു. കാരണം വ്യായാമക്കുറവ്, ആഹാരത്തിലുള്ള വ്യത്യാസം, ഇവ രണ്ടും തന്നെയാണ് പ്രധാന കാരണം. വ്യായാമം നമ്മുടെ മസിലുകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലുകളുടെ ബലവും കൂട്ടുന്നു. വ്യായാമക്കുറവ് എല്ലുകളുടെ ബലം കുറയ്ക്കുന്നു. ഇനി ഓസ്റ്റിയോപോറോസിസിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ചുരുക്കി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാരണവും കൂടാതെയുള്ള ശരീരവേദന, നടുവേദന, ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടുക തുടങ്ങിയവയാണ് ഓസ്റ്റിയോപോറോസിസിന്റെ ലക്ഷണങ്ങൾ. ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് എന്ന് സംശയിച്ചാൽ നമുക്ക് തീർച്ചയായും അത് രോഗനിർണയം നടത്തുവാൻ ഡെക്സാ സ്കാൻ അഥവാ ബോൺ മിനറൽ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന സ്കാൻ ഉണ്ട്. സാധാരണ എക്സ്റേയിൽ തന്നെ നമുക്കത് കുറേയധികം സംശയിക്കുവാനും രോഗനിർണയം ചെയ്യുവാനും കഴിയും. ഇനി ഓസ്റ്റിയോപോറോസിസിന്റെ ചികിത്സ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാൽഷ്യം കൊടുക്കുക, ചില മരുന്നുകൾ, ടെറിപ്രറ്റൈഡ് എന്ന് പറയുന്ന പാരാത്തോർമോൺ അനലോഗ് പോലെയുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക. എന്ത് കാരണത്താലാണോ ഓസ്റ്റിയോപോറോസിസ് വന്നത് അതിൻ്റെ മൂലകാരണം, ഉദാഹരണത്തിന് ഡയബറ്റിസ് നല്ല രീതിയിൽ വർഷങ്ങളായി ഉണ്ടെങ്കിൽ അതിൻ്റെ ശക്തമായ കൺട്രോൾ, മറ്റ് മെറ്റബോളിക് അസുഖങ്ങളുടെ കൺട്രോൾ തുടങ്ങിയവ കൊണ്ട് ഓസ്റ്റിയോപോറോസിസ്
ഒരു പരിധിവരെ ചികിത്സിക്കുവാൻ കഴിയും. അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി വ്യായാമം ചെയ്യുക, പച്ചക്കറികളും ധാതു ലവണങ്ങളും അടങ്ങിയ പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണം കഴിക്കുക, ചില മരുന്നുകൾ കഴിക്കുക, വീഴ്ച ഒഴിവാക്കുക ഒക്കെ ചെയ്ത് ഓസ്റ്റിയോപോറോസിസ് നമുക്ക് നേരിടുവാൻ കഴിയും. എല്ലാവർക്കും ബലം ഉള്ള അസ്ഥികൾ നിറഞ്ഞ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ വൈകിട്ട് 4 മുതൽ 6 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 12:30 വരെ. ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഗ്യാസ്ട്രോ എൻറ്ററോളജി ഡോക്ടർ അജിത് K നായർ ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9072442098 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: മാർബിൾ ബോൺ ഡിസീസ് എന്നാൽ എന്ത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.